എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ടോപ്പിക്കാണ് ഗ്രീൻ താര. ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പണ്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണ്. ഗ്രീൻ താര അത് മലയാളത്തിൽ തന്നെ ചെയ്യുകയാണ്. എനിക്ക് ഇംഗ്ലീഷ് ചാനലുണ്ട്, ഹീൽ വിത്ത് ഋഷി എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് അതും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ താര അറിയാം, ടിബറ്റൻ ബുദ്ധിസം തന്നെ ഒരുപാട് സെക്ട്സ് ഓഫ് ബുദ്ധിസം ഉണ്ട്. തെറവാഡ ബുദ്ധിസം, മഹായാന ബുദ്ധിസം, അതിൻ്റെ ഉള്ളിൽ തന്നെ ടിബറ്റൻ വജ്രായന ബുദ്ധിസം, അങ്ങനെ പല പല സെക്ട്സ് ഓഫ് ബുദ്ധിസം ഉണ്ട്. അപ്പോൾ മഹായാനയിൽ വരുന്ന ഒരു ട്രഡീഷനാണ്. ടിബറ്റൻ ബുദ്ധിസത്തിനെ നമ്മൾ വജ്രായന എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ തന്ത്രായന എന്ന് പറയാറുണ്ട്. അപ്പോ ഇതിനകത്ത് വരുന്ന ഒരു ഡിവോഷണൽ പ്രാക്ടീസ് ആണ് ഗ്രീൻ താര മാ. ഗ്രീൻ താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്മാരുടെ അമ്മ, മദർ ഓഫ് ഓൾ ബുദ്ധാസ് എന്നാണ് ടിബറ്റൻ ബുദ്ധിസത്തിൽ കരുതപ്പെടുന്നത്. ഗ്രീൻ താര ഇസ് എൻ എൻലൈറ്റൻഡ് ഗോഡസ്, ബോധോദയം സിദ്ധിച്ച ഗോഡസ് ആണ്. എർത്ത് റെൽമിൽ, ഭൂമിയുടെ തലത്തിൽ മനുഷ്യരെ സഹായിക്കാനായി എപ്പോഴും കുടികൊള്ളുന്നതാണ് ഗ്രീൻ താര. ഗ്രീൻ താര മെയിൻ ആയിട്ട് സ്വിഫ്റ്റ് ആക്ഷൻ, അതായത് പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടിയാണ് ഗ്രീൻ താര പ്രാർത്ഥിക്കാറ്. ഗ്രീൻ താരയുടെ ജപം, ഗ്രീൻ താരയെ എങ്ങനെയാണ് വർഷിപ്പ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത് പൂർണ്ണമായി നിങ്ങൾ കാണുക. ഞാൻ വളരെ ചുരുക്കിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. ഗ്രീൻ താരയുടെ മന്ത്രം ഇതാണ്: ഓം താരേ തു താരേ തുരേ സോഹ. ഓം എന്ന് പറഞ്ഞാൽ അറിയാം, പല മതങ്ങളിലും അതിന് പല അർത്ഥങ്ങളുണ്ട്. കാരണം അതിനർത്ഥം എന്ന് പറഞ്ഞതില്ല, പ്രപഞ്ചനാഥമാണ്, അത് അർത്ഥങ്ങൾക്കും അതീതമാണ്. ഓം എന്ന് പറയുന്നത് ബുദ്ധിസത്തില് ബോഡി, മൈൻഡ് ആൻഡ് സ്പീച്ച്, അതേപോലെ തന്നെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇങ്ങനെയും പറയാറ്. മറ്റ് ജൈന മതത്തിൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അപ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഓം താരേ, താരേ, ആദ്യത്തെ താരേ എന്ന് പറയുന്നത് സംസാര ദുഃഖങ്ങളെ, ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് വരുന്ന ദുഃഖങ്ങളെ, ഭൗതിക ജീവിതത്തിലെ ദുഃഖങ്ങളെ മാറ്റുവാൻ വേണ്ടിയുള്ളതാണ്. ഓം താരേ തുത്താരേ. തുത്താരേ എന്ന് പറഞ്ഞാൽ ഭയങ്ങളെ മാറ്റാൻ. ബുദ്ധിസത്തിൽ ഒരു 8 ഭയങ്ങളെ ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്ങളെ മാറ്റാൻ തുരേ. ആ തുരേ എന്ന് പറയുന്നത് എന്തിനാണ്? അത് സ്പിരിച്വൽ സഫറിങ്, ഈഗോ, സ്പിരിച്വലി ഞാൻ എന്നുള്ള ഭാവം, ഈഗോ, അതിനെ മാറ്റാൻ. സോഹ, സോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുക. സോഹ എന്നുള്ള, സ്വാഹ എന്നും പറയാം. അപ്പോൾ നമ്മൾ ഹിന്ദു മതത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഹ എന്നുള്ളതൊരു, ആ പേരിലൊരു ദേവി തന്നെയുണ്ട്. അപ്പൊ സ്വാഹ എന്നുള്ളത് സമർപ്പിക്കുക എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ അർത്ഥം അറിഞ്ഞ് നമ്മൾ ഗ്രീൻ താരാദേവിയുടെ പിക്ചർ വിഷ്വലൈസ് ചെയ്യുക. ആ പിക്ചർ എനിക്ക് യൂട്യൂബിൽ ഇടാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഗ്രീൻ താരയുടെ പിക്ചർ, ആ വിഷ്വലൈസ് ചെയ്യേണ്ട പിക്ചർ നിങ്ങൾക്ക് അവിടെ ഞാൻ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പിക്ചർ, ആ മുദ്രകളും എല്ലാം വരുന്ന പിക്ചർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഗ്രീൻ കളറിലുള്ള പിക്ചർ എടുക്കുക മാക്സിമം, കാരണം വേറെ നിറത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 21 താരകളാണുള്ളത്, അത് ഗ്രീൻ താരയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മന്ത്രം നമുക്ക് പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പ്രധാനമായിട്ട് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഭൗതികമായിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥത്തിൽ എന്തെല്ലാമാണോ വരുന്നത് അതിനെല്ലാം ഉപയോഗിക്കാം. നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾക്ക്, അബണ്ടൻസ് ഇഷ്യൂസ്, മണി ഫ്ലോ ഇഷ്യൂസ്, മണി ബ്ലോക്കേജസ്, അത് ഭൗതിക ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് മണി എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഇഷ്യൂസ്, സ്പിരിച്വൽ ബ്ലോക്കേജസ്, എന്ത് കാര്യത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുക, ഒരിടത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്തിരിക്കുക. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശുദ്ധിയാണ്.
അപ്പോൾ ടിബറ്റൻ ബുദ്ധിസത്തിൽ നമുക്ക് ഒരുപാട് തന്ത്രയിൽ ഒരുപാട് സെക്ട്സ് ഉണ്ട്, ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ക്രിയായോഗ തന്ത്ര, ചര്യതന്ത്ര, അനുദ്ധാര തന്ത്ര, അങ്ങനെ പറഞ്ഞ് ഇത് ക്രിയായോഗ തന്ത്രയിൽ വരുന്നതാണ്. കുറച്ച് സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനുണ്ട്. ശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി. അതേപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കുളിച്ച് ശുദ്ധമായിട്ട് നമ്മളിത് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാധന ആർക്ക് വേണമെങ്കിലും, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിരാവിലെ ചൊല്ലാവുന്നതാണ്. 108 പ്രാവശ്യം ഒരു ജപമാല എടുക്കുക. ആ ജപമാല എടുത്തിട്ട് നമ്മൾ കണ്ണുകൾ അടയ്ക്കുക. കുറച്ചു നേരം ഏതൊരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദീർഘശ്വാസം എടുത്ത് മനസ്സൊന്ന് ശാന്തമാക്കുക. എങ്ങനെ ദീർഘശ്വാസം? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറിങ്ങനെ ഉയർന്നു വരിക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് മാക്സിമം കോൺട്രാക്ട് ചെയ്യുക. അപ്പോൾ ഡീപ്പായിട്ട് വളരെ സാവധാനം കുറച്ചു നേരം എടുത്തതിന് ശേഷം നമ്മൾ ഗ്രീൻ താരാദേവി നമ്മുടെ നെറ്റിയുടെ നേർക്ക് ഇങ്ങനെ നിൽക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹം എന്താണോ അത് പ്രാർത്ഥിക്കുക. ഒരാഗ്രഹവും ഇല്ല, സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഇഷ്ടമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സറണ്ടർ. നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ചൊല്ലിക്കോ. ഓം താരേ തുത്താരേ തുരേ സോഹ, ഓം താരേ തുത്താരേ തുരേ സോഹ, ഓം താരേ തുത്താരേ തുരേ സോഹ. എങ്ങനെ വേണമെങ്കിലും ചാൻറ്റ് ചെയ്യാം, ഈണത്തിൽ ചൊല്ലാം, എങ്ങനെ വേണമെങ്കിലും ചാൻറ്റ് ചെയ്യാം. ഓം താരേ തുത്താരേ തുരേ സോഹ, ഓം താരേ തുത്താരേ തുരേ സോഹ, ഓം താരേ തുത്താരേ തുരേ സോഹ. കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്യാം. ഇത് 108 പ്രാവശ്യം ചെയ്യാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ആഗ്രഹം നടക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാവുന്നതാണ്. നടക്കുന്നതിൻ്റെ സന്തോഷം കാണാവുന്നതാണ്. ഒരു വീട് വെക്കുന്നതാണെങ്കിൽ വീട് വെച്ചതായിട്ടുള്ളത്, ഞാൻ എപ്പോഴും വീട് വെക്കുന്നതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. കോംപ്ലക്സ് ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അപ്പോൾ പലർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒന്നും കൂടെ സ്റ്റെപ്സ് പറയാം. ഫസ്റ്റ് വൺ പ്രാർത്ഥന, ആഗ്രഹം പ്രാർത്ഥിക്കുക. സെക്കൻഡ് വൺ കണക്ട് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ചാൻറ്റിങ്. അതിനുശേഷം വീണ്ടും ആദ്യം വിഷ്വലൈസ് ചെയ്യേണ്ടത് ഗ്രീൻ താരാദേവിയാണ്. രണ്ടാമത് ചാൻറ്റിങ്ങിന് ശേഷം വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം നടക്കുന്നതായിട്ടാണ്. നന്ദി പറയുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ വെജിറ്റേറിയൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചാൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യത്തെ ആ ഒരു സാധനയായിട്ടിരുന്ന് ചാൻറ്റ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു. അല്ലാത്ത എപ്പോൾ വേണമെങ്കിലും ചാൻറ്റ് ചെയ്യാം, മനസ്സിൽ ചാൻറ്റ് ചെയ്യാം, യാത്ര ചെയ്യുമ്പോഴും ചാൻറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അത് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ എനിക്കും ഒരുപാട് പേർക്കും ഈ ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള മിക്ക ആൾക്കാർക്കും ഞാനിത് പേഴ്സണലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ മാനിഫെസ്റ്റേഷൻ കോഴ്സസിൽ ചേർന്ന ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ, ഞാൻ ഓഡിയോ ടെസ്റ്റിമോണിയൽസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാവുന്നതാണ്. അതിനകത്ത് എൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.